ഹായ് മുത്തുമണീസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഉജ്ജായി സൗണ്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ കുട്ടികളൊക്കെ എണീക്കണുള്ളൂ. പിന്നെ റിയാസ്ക്കും നിമിഷമോൾക്കും നേരത്തെ പോകണമല്ലോ. അപ്പോൾ ഇന്നലെ ആട്ടേൻ്റെ കുറച്ച് മാവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലെ ഇഡ്ഡലി ചുട്ടു വന്നപ്പോൾ ഇന്ന് ദോശ ചുടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിമിഷമോൾക്ക് കൊണ്ടുപോകാനും കഴിക്കാനും റിയാസ്ക്കും കഴിക്കാനും ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയും ചട്നിയും ഗാന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, മുളക് ഗാന്ധി. അപ്പോൾ ഇതാ അവർക്കൊക്കെ ചുട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ റജിക്കുട്ടി എണിച്ചിട്ടില്ല, റഹീസ് കുട്ടി ഹാളിലാട്ടോ കിടക്കുക. അവിടെ നിന്ന് ഇതാ എണിച്ച് വന്നിട്ട് പിന്നെ അവിടെ വെളിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ എണിച്ച് വന്ന് റൂമിൽ തിരുന്നേരം കിടക്കും കേട്ടോ. ഇവർക്ക് പിന്നെ 10 മണിയാകുമ്പോൾ എത്തിയാൽ മതിയല്ലേ സ്കൂളിലേക്ക്. ഇവള് പിന്നെ 7 മണി 7:30 പോകും കേട്ടോ. അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോയി ഇന്നാട്ടോ. അപ്പോൾ അവൾ യൂണിഫോം ഇടുന്ന എത്ര ദിവസം കളറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച മുതലാണ് യൂണിഫോം ഇടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ പോയ ശേഷം പിന്നെ കുട്ടികൾക്കുള്ള ദോശയും ചായയൊക്കെ വെക്കാൻ നിന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ദോശയും ചട്നി ഗാന്ധി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ ഫുഡൊക്കെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത് പിന്നെ ഞങ്ങളങ്ങനെ ഓട്ടോയിൽ പോകുക കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ പഴയ വീട് അവിടേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോകാണ്ട് അങ്ങോട്ടാട്ടോ പോയി കുട്ടികളെയും കൊണ്ട്. അപ്പോൾ സ്കൂളെത്തുമ്പോൾ കുറച്ച് സമയമൊക്കെ ആയി. പിന്നെയും ദൂരം കാരണം ടീച്ചറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളെത്തുമ്പോൾ നേരം വഴുകും എന്നുള്ളത്. പിന്നെ ഇതാ നമ്മൾ അനുഗ്രഹ കോളനി വെണ്ണക്കരയിൽ പോയിട്ടോ. ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇരുന്ന വീട് മൊത്തം കാട് പിടിച്ച് കിടക്കുക കേട്ടോ. ബാക്കൊക്കെ തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ട് മൊത്തത്തിൽ അവിടെ കറണ്ടും വെള്ളം ഒക്കെ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമേ ഇല്ല. 7 ലൈന് വീട്ടിൽ ഈ ഒരു 3 വീടും പൊളിഞ്ഞ് പാപ്രസൂട്ടായി കിടക്കുകയാണ്. മൊത്തം ചിലപ്പോൾ പാമ്പും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഓണറൊന്നും തിരിഞ്ഞു നോക്കണേ ഇല്ല തോന്നുന്നു കേട്ടോ. ആളുള്ള സമയത്തേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പോൾ തീരെയും പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീടില്ലാണ്ട് ഓരോരുത്തർക്ക് ഉള്ളത് നോക്കാൻ വയ്യാണ്ടല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വന്തമായിട്ട് കിട്ടിയ വേണ്ടില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഇത് വാടക വീടാട്ടോ. നമ്മൾ കൂടുതലായിട്ട് 7 വർഷം ഇരുന്നത് ഇവിടെയാണ് വാടക കൊടുത്തിട്ട്. അതുവരെ ഓരോ കൊല്ലം ഇങ്ങനെ മാറില്ല എൻ്റെ പണി. ഇവിടെ വന്ന ശേഷം 7 കൊല്ലം ഇരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് റൂമൊന്നും ഒഴിവുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതൊന്ന് റൂം തുറക്കാൻ വേണ്ടി വന്നാൽ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഗേറ്റ് വരെ വന്നു. പിന്നെ ഞാൻ തോടൊക്കെ കണ്ടപ്പോൾ വീഡിയോ പിന്നെ അതിന് പരിചയമുള്ള അവർ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അധികം ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരുന്നത്. പിന്നെ ഞാനങ്ങനെ വീട്ടിൽ വന്ന് ഫോൺ ചാർജൊക്കെ ചെയ്ത് വേഗം ചോറ് വെക്കാൻ നിന്നു കേട്ടോ. അല്ലെങ്കിൽ 2 മണിയാകുമ്പോൾ ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോകണ്ടേ. അപ്പോൾ ചോറും വെച്ച് വാർത്തു. പിന്നെ തക്കാളി കടിയാ പറയൂ കേട്ടോ, അങ്ങനെ എളുപ്പം അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും പിന്നെ ഉരുളക്കിഴങ്ങും വറുത്തു. റീസ് കുട്ടിക്ക് ഉരുളക്കിഴങ്ങ് വറുത്താട്ടോ ഇഷ്ടം. അപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ റിയാസ് ഖാനെ കൊണ്ട് പറയണേ, നമ്മുടെ റിയാസ് ഖാൻ്റെ ഫ്രണ്ടിൻ്റെ കട കേട്ടോ, കല്ലേക്കാട് പോണ ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോണ ഭാഗത്താണ് കട വരുന്നത്. ആദ്യം ചായ ജ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു കടിയൊക്കെ. ഇപ്പോൾ നെയ്ച്ചോറും പൊറോട്ടയും അങ്ങനെ പല പല പേരറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ പേരൊന്നും അധികം അറിയില്ല. കബാബോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ചിക്കനും ബീഫും ഒക്കെ ഉണ്ട്, പൊരിച്ചതും കരിച്ചതും പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. നമുക്ക് ആകെ അറിയുന്നത് നെയ്ച്ചോറും ബിരിയാണിയും കോഴിച്ചാറും മാത്രമാണ്. വേറെ പുതിയ പേരുകളുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കുറേ ഞാൻ പറയും, റിയാസ്ഖാൻ്റെ കൂട്ടുകാരനെ കേട്ടോ. അപ്പോൾ എപ്പോഴും വിളിക്കും ആ വഴി പോകുമ്പോൾ വായോ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഒന്ന് ടേസ്റ്റ് നോക്കാൻ വരീന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, എനിക്ക് അവിടെ പോയി കഴിക്കാൻ ഭയങ്കര മാനക്കണം. അപ്പോൾ ഞാൻ റിയാസ് ഖാനോട് ഇന്ന് പാർസൽ മേടിക്കുകയും വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ, ബാക്കി കുട്ടികൾക്ക് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ റിയാസ് ഖാൻ പറഞ്ഞു എന്തായാലും നീ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരത്തെ ഇറങ്ങാം, അപ്പോൾ അവിടെ നിന്ന് പാർസലും വാങ്ങിയിട്ട് ഫാത്തിമക്കുട്ടിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ച് പറിച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നു. ഡെയിലി അടിച്ച് തുടക്കണതുകൊണ്ട് പിന്നെ അത്ര ചളി മണ്ണൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് കുപ്പയൊക്കെ ഉണ്ടാവും. കുട്ടികളുടെ വീട്ടിൽ പിന്നെ പറയണ്ടല്ലോ, പിച്ചി കടലാസും അതും ഇതൊക്കെ. റജിക്കുട്ടി പിന്നെ ഇങ്ങനെ ഓരോ പേപ്പറിലും ചിത്രം വരച്ചിട്ടും ഒക്കെ അവിടെ ഇവിടെ ഇടും കേട്ടോ.
പിന്നെ ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു ലോഡ് അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്കും റിയാസ്ക വന്നു. റിയാസ്ക്ക് പോവാ സമയമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു കേട്ടോ. റിയാസ്ക്കൊക്കെ 2 ദോശയും കൂടി ചുട്ടു കൊടുത്തു. എന്നാൽ ചോറ് കഴിക്കാറുമ്പോൾ വേണ്ട, ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ തക്കാളി കറിയും ഉരുളക്കിഴങ്ങ് വറുത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. 2:30 ആയി കേട്ടോ. പിന്നെ പാത്തുക്കുട്ടിനെ വിളിച്ചു വരുമ്പോൾ 3 മണിയായി. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ പിന്നെ കണക്ക് തന്നെ, സമയം ഒരുപാടാവും. അങ്ങനെ ഇതാ അവളെ വിളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റോഡ് അടുത്തുള്ള പാലം കേട്ടോ, പൂടൂര് പാലം പറയും. അപ്പോൾ വെള്ളം ഇടയ്ക്ക് നല്ല കൂടും കുറയുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം പോകണം. നമുക്ക് ഇപ്പം ഇരിക്കുന്നത് ആനിക്കോട് എന്ന് പറഞ്ഞ പൂടൂര് കോട്ടായി ആനിക്കോട് എന്ന് പറയും കേട്ടോ. പക്ഷെ നല്ല ദൂരമാണ് കേട്ടോ. അപ്പോൾ റിയാസ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂൾ ട്രിപ്പൊക്കെ എടുക്കാനും വരാനും ഓട്ടം പോകാനൊക്കെ. അപ്പോൾ ഇതാ അങ്ങനെ റിയാസ്ഖാൻ്റെ ഫ്രണ്ടിൻ്റെ കട എത്തിയിട്ടോ. അപ്പോൾ കല്ലേക്കാടാണ്. കല്ലേക്കാട് ക്യാമ്പ്, പോലീസ് ക്യാമ്പ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് കട. അപ്പോൾ രാത്രി കാണാൻ കേട്ടോ ഭംഗി, പകലത്ര ഭംഗിയില്ല. രാത്രി ഈ ലൈറ്റുകളൊക്കെ വർക്കാകുമ്പോൾ നല്ല രസം കേട്ടോ കാണാൻ. ഹോട്ടൽ, ചെറുങ്ങനൊരു ഹോട്ടൽ. പിന്നെ ഉള്ളിൽ നമുക്ക് ജ്യൂസ് കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. ഉള്ളിലും ഉണ്ട്, ബേക്കറിയുമാണ്. പിന്നെ എല്ലാ ഫുഡ് ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. പൊറോട്ട അങ്ങനെ എല്ലാം പേരറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ റോഡ്. കല്ലേക്കാട് പോണ വഴി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ അവിടെ കയറിക്കോളൂ കേട്ടോ. കല്യാണപ്പുരാന്നൊക്കെയാണ് അവിടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മക്കളെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ചോറ്, പക്ഷെ ഇതിൽ തോനുണ്ട് കേട്ടോ. എടുത്താലും ഇതിൽ ബാക്കി ഇനി 3 ആൾക്ക് കഴിക്കേണ്ട ചോറുണ്ട് കേട്ടോ. അൺലിമിറ്റഡ് ആണ്. പക്ഷെ നമുക്ക് വളരെ നിറയെ തിന്നാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. ബീഫ് കറി, ചിക്കൻ കറി, ബീഫ് ഫ്രൈ എല്ലാം ഉണ്ട്. എനിക്ക് പേരറിയാത്ത കുറേ സംഭവങ്ങളുണ്ട് അവിടെ. അൽഫാം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കറിയൊക്കെ സൂപ്പറാട്ടോ അവിടുത്തെ. ബീഫ് ഫ്രൈയും സൂപ്പറാണ്. കബാബ് ഉണ്ട് കേട്ടോ, ചിക്കൻ കബാബ്, അത് അതിലേറെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. സാധാ ഗ്രേവി കേട്ടോ ചോദിച്ചു. പക്ഷേ നല്ല അടിപൊളി ചിക്കൻ്റെ കുറുമക്കറി പോലെ എന്തോ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വിളിച്ച് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി സലാഡ് ഉണ്ട് കേട്ടോ. സലാഡാണത് ഫുള്ളും. അച്ചാറ്, സലാഡ്, ക്ഷമ വേണം കേട്ടോ. പിന്നെ നല്ല അടിപൊളി ഇതാ കറിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഒഴിച്ചിട്ട് ഇതിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ചിക്കൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ടാവും. ₹60 കേട്ടോ. ഇതിൽ ഇനിയും ചോറുണ്ട് കേട്ടോ, നിറയെ ചോറുണ്ട് നമുക്ക്. പിന്നെ അവിടെ അൺലിമിറ്റഡ് ആണ്. അത് മാത്രമല്ല കേട്ടോ, നല്ല ജ്യൂസും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ജ്യൂസ് കുടിക്കില്ല അവിടെ. അടിപൊളി ജ്യൂസും ഷെയ്ക്കും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ അടിപൊളി കേട്ടോ. ഞാൻ ഇന്ന് പള്ള നിറയെ ചോറ് കഴിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, അധികം നെയ്യോ ഒന്നുമില്ല. നമുക്ക് കൊളസ്ട്രോള് ഇതൊക്കെ ഉള്ളവർക്കൊന്നും ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. ഓരോ ചോറിൽ കൈയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് കഴുകുമ്പോഴൊക്കെ ധരിക്കും. പക്ഷെ ഇത് അതൊരു ഇതേ ഇല്ല കേട്ടോ, വെറും വെള്ളം പോലെ ഒരു ഇതില്ല. പക്ഷെ ഇത് കറിൻ്റെ കാര്യം പറയാനില്ല കേട്ടോ, വേറെ ലെവലാണ്. നമ്മളൊന്നും വെച്ച് പറഞ്ഞിട്ട് ഇതിൻ്റെ അയലത്ത് പോലും വരില്ല, അത്ര ടേസ്റ്റ് കിട്ടും. ഞാൻ പൊങ്ങി പറയല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള ചോറും കറിയൊക്കെ കഴിക്കുന്നത്. കഴിക്കും, പക്ഷെ എത്ര ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അത് ആസാമിൽ നിന്ന് വന്ന ആരോ വേണം തോന്നുന്നു ഉണ്ടാക്കണത്. അപ്പോൾ എന്തായാലും അധികം നെയ്യില്ല, ഒന്നുമില്ല കേട്ടോ. അടിപൊളി. ഇപ്പോൾ ഞാൻ 2 വട്ടമായി കത്തിലിട്ട് കഴിക്കുന്നത്, പക്ഷെ വയറ് ഫുള്ളായി കഴിക്കാൻ വയ്യ. ഇപ്പോൾ എന്തെങ്കിലും കഴിട്ട് ഫിനിഷ് ചെയ്യണ്ട. പക്ഷെ അടിപൊളി കേട്ടോ. ഇടയ്ക്ക് ഞാനൊരു ദിവസം അവിടെ നിന്ന് ₹199 ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ തലശ്ശേരി ബിരിയാണി പറഞ്ഞിട്ട്. ഞാനിത് ഉള്ളത് പറഞ്ഞു കേട്ടോ. സത്യം നമ്മൾ പറയണമല്ലോ, വെറുതെ ആൾക്കാരെ പറ്റിച്ചിട്ടായിരുന്നു. അന്ന് ആ ബിരിയാണി വാങ്ങിച്ചിട്ട് ഒരു വസ്തുവിനാകും കേട്ടോ. കഴിക്കാനൊന്നും നന്നായിട്ടേ ഇല്ല. വാങ്ങിപ്പെട്ടു എന്നായി ഞാൻ അന്ന്. പക്ഷെ ഇത് അതുപോലെയല്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരിക്കൽ വാങ്ങിയാൽ നിങ്ങൾ വെറുതെ വാങ്ങും, 100% ഉറപ്പാണ്. ഞാൻ ഗ്യാരണ്ടി. കാരണം അത്ര ടേസ്റ്റ് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് നമുക്ക് ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റും വിശ്വസിച്ചിട്ട്. കാരണം ഇതിൽ നല്ല എന്താ പറയുക, എന്നാൽ വിജയിച്ചോറിൻ്റെ എല്ലാ ടേസ്റ്റും ഉണ്ടായിരുന്നു. എണ്ണമഴയൊക്കെ കുറവാട്ടോ, അടിപൊളിയാണ്, വേറെ ലെവലാണ് മക്കളെ, പറയാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും
ആസ്വദിച്ച് ഞാനും നെയ്ച്ചോറ് തിന്ന് തീർക്കട്ടെ. അതെന്തായാലും പറയാനൊന്നും വാക്കുകളില്ല മക്കളെ. നല്ല ടേസ്റ്റ് കേട്ടോ. കടയിൽ പോയി തിന്നാൽ എനിക്ക് മാനക്കടാണ്, ആൾക്കാരുടെ ഇടയിൽ വീഡിയോ എടുക്കാനൊക്കെ മാനക്കടാണ്. ഒരു വീട്ടിലാണെങ്കിൽ നമ്മൾ സ്വന്തത്തോടെ പറയണം. കറി ആട്ടോ സൂപ്പർ കറി, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഒന്ന് വാങ്ങി നോക്കിയത്. ഡെലിവറി ഉണ്ട്, കുറച്ച് ദൂരത്തൊക്കെ ഡെലിവറി കിട്ടും കേട്ടോ. നമുക്ക് പേടില്ലാണ്ട് വിശ്വസത്തോടെ കഴിക്കാൻ വൃത്തിയും വെളുപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആകെ വൃത്തിയും വെളുപ്പ് തരുമല്ലോ. സൂപ്പർ ചാറപ്പം കൂട്ടിട്ട് ചാറ് ഞാൻ കുട്ടികൾക്ക് എടുത്ത് വെച്ചിട്ടോ. അതായത് ഞാൻ പോയി കൊടുക്കുന്നത് അതൊക്കെ കൊടുക്കണം. ഞാൻ എങ്ങനെ കറി വെച്ചാൽ ടേസ്റ്റ് വരില്ല. ചിക്കൻ കറി വെക്കണം, ഇങ്ങനെ വെക്കണം. അടിപൊളിയിട്ടാണ്, പറയാനൊന്നുമില്ല. 50 രൂപയ്ക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറ്, അടിപൊളിയാണ്. സൂപ്പർ. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യട്ടെ. ഇന്നത്തെ ഇത്രയുള്ളൂ. ആരും മറക്കണ്ട കേട്ടോ, കല്ലേക്കാടാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത്. ഇനിയിപ്പോൾ അതുവഴി പോകുമ്പോൾ അറിയില്ല. കാരണം നല്ല രാത്രി കാണാൻ നല്ല ഭംഗിയാട്ടോ. ചുറ്റും വിളക്കുകളൊക്കെ വെച്ച് നല്ല, ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയിൽ നെയ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായില്ല. അടിപൊളിയാട്ടോ കാണാൻ. സൂപ്പറാണ് കാണാൻ. ആ ഭാഗം നമ്മുടെ പള്ളിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ ഒരു ക്യാമ്പുണ്ട്. ഇത് തൊട്ട് തന്നെ ഫ്ലവർ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. എന്തായാലും കാണാണ്ടിരിക്കില്ല എന്തായാലും പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊക്കെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മക്കളെ നിങ്ങൾ വിടില്ല, പൈസ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കഴിക്കും. അത്ര ടേസ്റ്റുള്ള ഫുഡ്, വൃത്തിയും വെറുപ്പും ഒക്കെ ഉള്ള ഫുഡാണ്. ഞാൻ ഇത്ര ടേസ്റ്റ് പൊക്കി പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ വെച്ചാലും കൂടി ഇത്ര ടേസ്റ്റ് കിട്ടില്ല. സത്യം ഞാൻ പറയാമോ, ഞാൻ വെച്ചാലും കൂടി ഇത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ തിന്നാൽ മാത്രം. ഇതൊന്നല്ല, നമുക്ക് ടേസ്റ്റ് നമുക്കറിയും. അവിടെ എല്ലാ സാധനവും ഇട്ടാ എല്ലാം അടിപൊളിയാണ്, ഒന്നിനൊന്നും മെച്ചം. അങ്ങനെ തന്നെ പറയാം. അടിപൊളി. ചിക്കൻ കബാബായാലും വലിയ ചിക്കന്, മന്തി ചിക്കൻ എല്ലാം കിട്ടും കേട്ടോടാ. ഇനി ഇല്ലാത്തൊന്നുമില്ല. പത്തിരി, പാല്, തേങ്ങാപ്പാൽ, പത്തിരി പറയാം. പേരറിയാത്ത കുറേ സംഭവങ്ങളുണ്ടാണ്. പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി എന്നാൽ.